നയിക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോടുകൂടെ ഉള്ളവരായിരുന്നതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം നൽകും. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സ്നേഹത്തോടെ പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിൽ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഒത്തുചേരുവാനുള്ള ഒരു അവസരം, സുവർണ അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിന് നന്ദി പറയുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കുമെല്ലാം ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമായി, അതോടൊപ്പം കൂടുതൽ അനുഗ്രഹങ്ങൾ ചോദിക്കുവാനും ഒക്കെയായി നാം ഇപ്പോൾ ഇവിടെ ഈ ദേവാലയത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ്. കുടുംബയോഗത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ സമ്മേളനത്തിൻ്റെ ഈ അവസരം തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. പരസ്പരം കാണുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ബന്ധത്തിൽ ആഴപ്പെടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള വിലപ്പെട്ട അവസരം. ഈ അവസരത്തിൽ നമ്മുടെ ബന്ധങ്ങളെ ആഴപ്പെടുത്തുന്നതിനെ കുറിച്ച് ഇന്നൊക്കെ നാം പ്രത്യേകമായിട്ട് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം സാന്ദർഭികമായി നമ്മെ, ഇന്നത്തെ വായന അതാണ്, അത് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വളരെ സൗഭാഗ്യമായി, ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ അടിസ്ഥാനം എന്തായിരിക്കണം, ഏതടിസ്ഥാനത്തിൽ പണിയപ്പെട്ടാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അത് നാം ദൈവാരൂപ്യാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം എന്നുള്ള അടിസ്ഥാന തത്വമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മെ മനസ്സിലാക്കി തരുമെന്ന് നാം ഇപ്പോൾ കേട്ടു. ദൈവാരൂപ്യാൽ നയിക്കപ്പെടുക. നമുക്കറിയാം, ഇന്ന് മിക്കവാറും കുടുംബങ്ങളിലൊക്കെ വാഹനങ്ങളുണ്ട്. ഇരുചക്ര വാഹനമല്ല, 4 വീലർ തന്നെ മിക്കവാറും നമ്മുടെ കുടുംബങ്ങളിലായി കഴിഞ്ഞു. 10-12 വയസ്സാകുമ്പോൾ മുതൽ കുട്ടികൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിലേക്കും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനുമൊക്കെ തൽപരരാകുന്നു. പലരും നിയമത്തെ ലംഘിച്ചുകൊണ്ടാണെങ്കിലും കുട്ടികളൊക്കെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, വാഹനം എത്ര നല്ലതാണെങ്കിലും അത് ഓടിക്കുന്ന ആളിൻ്റെ കഴിവനുസരിച്ച്, സ്ഥിതി അനുസരിച്ചാണ് വാഹനത്തിൻ്റെയും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെയും ഭാവി അല്ലെങ്കിൽ അവരുടെ സന്തോഷം നമുക്കറിയാം. ഓടിക്കുന്ന ആൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് ഉത്കണ്ഠയായിരിക്കും. വളരെ സ്മൂത്തായിട്ട് സാധാരണഗതിയിലുള്ള ഒരു ഓടിക്കൽ ആളിന് പരിചയമില്ലാത്ത ആൾ സാധിക്കില്ല. തട്ടലും പൊട്ടലും ഒക്കെ, ജർക്കിംഗ് ഒക്കെ ഉണ്ടാകും, നമുക്കറിയാം. അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടാണെങ്കിൽ നമുക്കറിയാം എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന്. വാഹനം എത്ര നല്ലതാണെങ്കിലും ശരി, ഓടിക്കുന്ന ആളിനെ ആശ്രയിച്ചാണ് വാഹനത്തിൻ്റെയും വാഹനത്തിലിരിക്കുന്നവരുടെയും ഗതി. നാം ഓരോരുത്തരും വാസ്തവത്തിൽ ഓരോ വാഹനമാണ്. ഈ വാഹനം ഓടിക്കുന്ന ആള് ആ ഡ്രൈവർ എങ്ങനെയുള്ള ആളാണോ, അല്ലെങ്കിൽ ഏത് സ്ഥിതിയിലാണോ അതിനനുസരിച്ചാണ് വാഹനം മുമ്പോട്ട് പോകുന്നത്. ആ വാഹനത്തിലുള്ളവരുടെ സൗഖ്യവും സന്തോഷവും. അതാണ് ഞാൻ പറഞ്ഞത്, നാം എല്ലാവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ രൂപയാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം. ഈ ദൈവത്തിൻ്റെ രൂപ നമ്മെ നയിക്കുന്നില്ല എങ്കിൽ അപ്പോൾ കുറവുകളുണ്ടാവും. ഓടിക്കുന്നവൻ ശരിയായ അങ്ങനെ ദൈവാനുഗ്രഹം
ദൈവാനുഗ്രഹത്തിലേക്ക് നാം പെട്ടെന്ന് വിജയിക്കും, വിശ്വാസം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നോ ഉദ്യോഗികൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുകയും ഒരുപക്ഷെ നാം ദൈവത്തിൽ കൂടെ നടക്കുന്ന നല്ല സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ വരാം. അതെ, നമുക്ക് വളരെ ഉണ്ടാവാം. അവരെ ദൈവാനുഗ്രഹം മനസ്സിലാവും. പക്ഷേ അവരിങ്ങനെ ചെയ്യുന്നത് പ്പെടുന്നില്ലാത്ത ആളുകളാണ് പിന്നോട്ട് പ്രവർത്തിക്കുന്നത്. നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ രൂപയാണെങ്കിൽ, ക്രിസ്തുവിന്റെ രൂപയാണെങ്കിൽ, ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളിൽ വ്യതിചലിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതൊരു സംശയവുമില്ല. ലോകത്തിന്റെ സാധാരണ സാധാരണ നമ്മെ സ്വാധീനിക്കുകയും ചെയ്യും. അതിന്റെ പരമായി നാം സ്വാർത്ഥം അല്ലെങ്കിൽ പലതരത്തിൽ തിന്മയുടെ വഴികൾ ചിന്തിക്കുന്നവരുമായി ചെയ്യും. ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നാം കഴിവില്ല. വിദ്വേഷം ഒഴിവാക്കാൻ അസൂയും ഒക്കെ ഉണ്ടാകും. ക്രിസ്തുവിന്റെ ആ സ്നേഹം നമ്മെ നയിക്കട്ടെ. ക്രിസ്തുവിന്റെ വിശ്വാസം ഉള്ളതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് പറ്റില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും ഔന്നത്യവും ഈ ജീവിതവും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാറുണ്ട്. ഈ ഒടുവിൽ തീർച്ചയായും നല്ല ജീവിതം നയിക്കുന്നവരായിരിക്കും. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹത്തിൽ സ്നേഹം, സന്തോഷം, ക്ഷമ, ഇങ്ങനെ ഓരോ എല്ലാം നമ്മുടെ ജീവിതത്തിലായിരിക്കും. ദൈവാരൂപരായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ദൈവാരൂപരായിരിക്കുമ്പോൾ തീർച്ചയായും സഹോദരനെ കാണുവാൻ നമുക്ക് സാധിക്കും. സഹോദരന്റെ കുറവുകളും കുറ്റങ്ങളുമല്ല, അവന്റെ നന്മകൾ കാണുവാൻ. അവനും എന്നെ പോലെ കർത്താവിന്റെ മകളാണെന്ന് കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും ആവശ്യമുള്ള സാഹചര്യങ്ങളെ സഹായിക്കുവാനും ഒക്കെ ഉള്ള സന്മനസ് നമുക്കുണ്ട്. പരസ്പരം ബന്ധങ്ങൾ കൂടുതലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബന്ധത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബ സമ്മേളനം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ കുറവുകളെ, നമ്മിലെ പരാജയങ്ങളെ, നമ്മിലെ അരൂപിയാൽ തയ്ക്കപ്പെടാത്തതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുന്നതിനും കൂടുതൽ വിശാലമായ മനസ്സോടെ ചിന്തിച്ചുകൊണ്ട് തുറന്ന കണ്ണുകളോടെ നോക്കി കാണുന്നതിനും മുമ്പോട്ട് ദൈവ അരൂപിക്ക് പ്രീതികരമായ ജീവിതം നയിക്കുന്നതിനും വേണ്ട കൃപകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ വന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കാം. വഴിയും സത്യവും ജീവനുമായി മിശിഹായ നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവസത്തിന്റെ അടയാളമേ കുറിച്ച് പുനരുദ്ധാനത്തിന്റെ വഴി മഹത്വത്തിന്റെ ചിഹ്നമായ ഉയർത്തിയ കർത്താവെ, പേടി അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണ്ണ ഉദ്ധാനത്തെയും അവർണ്ണീയമായ സ്വർഗരാജ്യത്തെ ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിനെ കാരണമായി തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിനത്തിൽ നന്ദിർന്ന ഹൃദയത്തോടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈ കുടുംബ കൂട്ടായ്മയെ തിരുസന്നിധിയിൽ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലേക്കും നാളിതുവരെ വർഷത്തിലുള്ള എല്ലാ നന്മകൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിൽ ദൈവബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജോസഫിനെയും അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തിനു വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കാനിരിക്കുന്ന എല്ലാ പരിപാടികളെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണാതിരേഹത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗടമാചാരം മുഴുവൻ്റെയും കിടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും.